ലഹരിയാണല്ലോ ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം. ലഹരിയെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, ലഹരിയിലേക്ക് പോകുന്ന ഒരു തലമുറയെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം, പിന്നെ ലഹരിയിൽ നിന്നുള്ള മോചനത്തിലുള്ള വഴികൾ, ഡി അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലമാണിത്. അത്രത്തോളം വലിയ രൂപത്തിൽ ലഹരി നമ്മുടെ നാടിനെ വിഴുങ്ങുകയും ലഹരിയുടെ അതിപ്രസരം കാരണം നാടും വീടും ഒക്കെ വലിയ രൂപത്തിലുള്ള വിപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഒരു ഡാൻസ്, എന്നാൽ സൂപ്പർ ഡാൻസ്, അങ്ങനത്തെ ഒരു ഡാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലഹരിയിലേക്ക് പോകുന്നതിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ലഹരിയും ഡാൻസും തമ്മിൽ ബന്ധമുണ്ടോ, ഡാൻസ് ലഹരിയെ തടയുമോ എന്നൊക്കെ ഉള്ളത് ചർച്ചകൾ വേറെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിലവിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ലഹരിക്കെതിരെയുള്ള ചർച്ചകൾ നടത്തും, ലഹരിയിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചുള്ള വാദോരാതുള്ള സംസാരങ്ങൾ നമ്മുടെ അധികാരികളിൽ നിന്നുണ്ടാവും, മന്ത്രിമാരിൽ നിന്നുണ്ടാവും, നേതാക്കന്മാരിൽ നിന്നുണ്ടാവും, ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാവും, പിന്നെ എക്സൈസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരാരും മദ്യത്തിലേക്ക് തൊടൂല. മദ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ലഹരി മുക്തി മദ്യം ഇതിൽ പറയില്ല. മദ്യം കൊണ്ട് ലഹരി ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. മദ്യം കൊണ്ടാണ് ഏറ്റവും വലിയ ലഹരി ഉണ്ടാകുന്നത്. അതവിടെ മാറ്റി വെക്കുക. കാരണം എന്തുകൊണ്ടാണ്? മദ്യത്തുമ്പോൾ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം നിരച്ചു പോകുന്നുള്ള ഭയമാണ്. അല്ലെങ്കിൽ മദ്യ കമ്പനി മുതലാളിമാരുടെ സമ്മർദ്ദം. ഇങ്ങനെ പല ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അത് സംഭവിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയിട്ട് എന്ത് കാര്യമാണ്? മദ്യത്തെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് മദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ലഹരി മുക്തിയെക്കുറിച്ചിട്ടും ലഹരി വ്യാപനത്തെക്കുറിച്ചിട്ടും ലഹരിയിൽ നിന്ന് മോചനം നടത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ തന്നെ നടത്താവൂ. വെറും കഞ്ചാവും MDMA-യും അതുപോലെ തന്നെ അത്തരത്തിലുള്ളത്, പിന്നെ ബ്രൗൺ ഷുഗർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മാരകമായ ലഹരി വസ്തുക്കളുണ്ടല്ലോ, അത് മാത്രമാണ് ലഹരി എന്നാണ് ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുക. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒന്നാകെയും ജാതി മത വ്യത്യാസമന്യേ, പ്രായ വ്യത്യാസമന്യേ മദ്യത്തിൻ്റെ അടിമകളായിട്ടുണ്ട് ജനങ്ങൾ. അതിൽ പ്രായമൊന്നുമില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വരെ കുടിക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, മദ്യം മാത്രം വലിയ പ്രശ്നമൊന്നും ആയിട്ട് കാണുന്നില്ല എന്ന് സങ്കല്പിക്കും. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ മദ്യത്തെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, അതിന് കാരണം ഇനിയിപ്പോൾ ലഹരിയൊന്നുമില്ല, മദ്യത്തെ ആ ഗണത്തിൽ പെടുത്തേണ്ടതില്ല എന്ന ധാരണ കൊണ്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നതെങ്കിൽ എവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂൾ പരിസരത്ത് പിന്നെ ഇത് പാടില്ല എന്ന് പറഞ്ഞത്? മദ്യഷോപ്പ്, ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ മദ്യഷോപ്പ് പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നിയമങ്ങൾ. സ്കൂളിൻ്റെ പരിസരത്ത് ഏതായാലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്? മദ്യം അപകടകാരി അല്ലെങ്കിൽ പിന്നെ സ്കൂളിൻ്റെ പരിസരത്ത് ഉണ്ടാകുന്നുണ്ട്, എന്താ കുഴപ്പം? മദ്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്, മദ്യം കാരണം സാമൂഹിക ജീവിതത്തിൽ അനൈക്യവും അല്ലെങ്കിൽ അസ്ഥിരതയും പിന്നെ അക്രമവും ഉണ്ടാകും എന്ന ബോധ്യമുള്ളത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇത് മാറ്റിവെക്കുന്നത് സ്കൂളിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ. എന്നിട്ടാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ലഹരിയെക്കുറിച്ച് ചെയ്യുമ്പോൾ മദ്യത്തെക്കുറിച്ച് മിണ്ടില്ല. അതാണ് അവസ്ഥ. നമ്മുടെ സമൂഹവും അതിനോട് സമരസപ്പെട്ടു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു റെഗുലറായിട്ട് ഒരു സമയങ്ങളിൽ യാത്ര ചെയ്യും. അങ്ങനെ ഒരിക്കലും മാനന്തവാടിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് പിന്നെ ബസ്സിൻ്റെ മുൻവശത്തുനിന്ന് ഒരാൾ എണീച്ചിട്ട് അയാൾ പാട്ട് പാടാൻ തുടങ്ങി. മുന്നിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് അങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞ് 2 പാട്ട് പാടി, 3 പാട്ട്. അങ്ങനെ അയാൾ നല്ല വൃത്തിയിൽ പാടുന്നുണ്ട്, ഉറക്കെ പാടുന്നത്. അയാൾ പാട്ട് പാടുമ്പോൾ തന്നെ അറിയാമല്ലോ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അയാൾ മദ്യപിച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞങ്ങൾക്കാർക്കും. പക്ഷെ അയാൾ പാട്ട് പാടുന്നുണ്ട്, നല്ല വൃത്തിയിൽ പാട്ട് പാടുന്നുണ്ട്. കുറച്ചങ്ങെത്തിയ സമയത്ത് എല്ലാവരും കൂടി ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ എല്ലാവരും അയാളെ പിടിച്ചിട്ട് അവിടെ ഇറക്കി. അയാളോട് കയർത്ത് സംസാരിച്ച്, അയാളോട് അങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ തിരിച്ചും അതേ ഭാഷയിൽ സംസാരിച്ച്, അങ്ങനെ ബഹളമായി. എല്ലാവരും കൂടി പിടിച്ചൊരു സ്റ്റോപ്പിൽ അദ്ദേഹത്തെ ഇറക്കി. അവിടെ എന്നിട്ട് യാത്ര തുടരുകയും ചെയ്ത്. പിന്നെ ഒരു ദിവസം എനിക്ക് വേറൊരു അനുഭവമുണ്ട്. എന്തായിരുന്നു? ബസ്സിൽ ഒരു മദ്യപ സംഘം കയറി.
മദ്യപിച്ചുകൊണ്ടുള്ള ഒരു സംഘം. അവരെ കൊണ്ടുള്ള സ്മെല്ല് തന്നെ ബസ്സിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത് പല യാത്രക്കാർക്കും യാത്രയിൽ വൊമിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവും, ഛർദ്ദിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അത്തരക്കാർക്കൊക്കെ ഇത് എത്ര വലിയ പ്രയാസമായിരിക്കും മദ്യപസംഘമൊക്കെ. ഈ മദ്യപിച്ച് കൊണ്ട് കയറിയ ഈ ടീം കാരണം ബസ്സിൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല. മാസ്ക് ഇടേണ്ടി വരും, അല്ല ടവലുള്ള ആൾ ടവലെടുത്തിട്ട് മൂക്ക് പൊത്തേണ്ട അവസ്ഥ, അത്രത്തോളം സ്മെല്ല്. പക്ഷെ എന്ത് സംഭവിച്ചിട്ടില്ല, ഒരാളും ഇവരെ ഇറക്കി വിടാനോ ഇവരോട് പിന്നെ കയർത്ത് സംസാരിക്കാനോ ആരും നിൽക്കുന്നില്ല. സത്യത്തിൽ മറ്റേ ആൾ ആ ദിവസം പാട്ടുപാടിയില്ല ബസ്സെന്ന്. അതൊന്നും യഥാർത്ഥത്തിൽ ആർക്കും ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ എന്ത് പ്രയാസം ഇതിനപേക്ഷിച്ച്. മാനസിക നില തെറ്റിയ ഒരാൾ പാട്ടുപാടിയപ്പോൾ അയാളെ പിടിച്ച് ബസ്സിൽ നിന്ന് പുറത്താക്കി. സ്വയം കരുതിക്കൂട്ടി തൻ്റെ ബോധത്തെ നശിപ്പിക്കുന്ന മദ്യം കുടിച്ച് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ബസ് കയറിയിട്ട് സ്വൈര്യം തരാതിരിക്കുക, ബസ് ഒന്നാകെ മോശപ്പെട്ട സ്മെല്ല് പരത്തുക. ഈ ആളുകളോട് ക്ഷമിക്കുകയും ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ? എനിക്കിത് എന്തൊരു വൈരുദ്ധ്യം ഇത്. മാനസിക നില തെറ്റിയ ഒരാളെ കയർത്ത് സംസാരിച്ച് ഇറക്കി വിടുകയും ചെയ്യുക, സ്വയം ബുദ്ധി നശിപ്പിച്ച് ബസ് കയറി ഒരാൾ അലമ്പുണ്ടാക്കുമ്പോൾ അയാളോട് സൗമ്യത കാണിക്കുകയും ബസ്സിലുള്ള എല്ലാവരും സൈലൻസ് ആവുകയും ചെയ്യുക. ഇതാണ് അപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ ഈ ലഹരിയിൽ കൂട്ടത്തിൽ മദ്യത്തെ മാറ്റി നിർത്തിയ ഒരു അവസ്ഥയാണുള്ളത്. ഈ രൂപത്തിൽ മുന്നോട്ട് പോയിട്ട് ഈ രൂപത്തിലാണെങ്കിൽ ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഞ്ചാവ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതിലേക്ക് കയറും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലേക്ക് കയറും, അത് കിട്ടിയില്ല കള്ളിലേക്ക് കയറും. ഇങ്ങനെ തുടങ്ങി ലഹരി എന്ന് പറയുന്ന വസ്തുവിനെ വേരോടെ പിഴുതെറിയാൻ സാധിക്കില്ല. അത് അടിയുറച്ച് എല്ലാ ഗണത്തിലുള്ള ലഹരിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യണം. അതിനെതിരെയുള്ള പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. എങ്കിലേ അതുകൊണ്ടുള്ള ഉപകാരമുള്ളൂ. പിന്നെ ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് നിന്നല്ല എല്ലാ രാജ്യത്തും ഇൻ്റലിജൻസ് സംവിധാനം സജീവമാണ്. മറ്റൊരു രാജ്യത്തിലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്നിട്ടും അവിടെയുള്ള സൂക്ഷ്മമായ രഹസ്യങ്ങളടക്കം ചോർത്തി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിട്ട് അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പ്രതിരോധ നടപടികളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ. രാജ്യത്തിന് പുറത്ത് മാത്രമല്ല, രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും ജില്ലക്കകത്തും ഓരോ രഹസ്യങ്ങളിലേക്കും കയറി ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ മാത്രമുള്ള ശേഷി നമ്മുടെയൊക്കെ പ്രതിരോധ സംവിധാനത്തിനും ഇൻ്റലിജൻസ് സംവിധാനത്തിനുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനത്തിന് നമ്മുടെ നാട്ടിൽ ലഹരി എവിടെ നിന്നാണ് എത്തുന്നത്, ലഹരിയുടെ ഉറവിടം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? കഴിയില്ലേ? കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഇൻ്റലിജൻസ് സംവിധാനം സജീവമായി ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്താൽ വിജയിക്കും. ലഹരിയുടെ ലഭ്യത കുറക്കണം. ലഹരി വസ്തുക്കൾ കിട്ടാക്കനിയാകണം. മദ്യം കിട്ടാത്തൊരവസ്ഥ വരണം. സ്വാഭാവികമായിട്ടും പൊരുത്തപ്പെടും. ഇത് MDMA തെറ്റാണ്, കഞ്ചാവ് തെറ്റാണ്, പിന്നെ ബ്രൗൺ ഷുഗർ തെറ്റാണ്, കൊക്കൈൻ തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ മദ്യത്തെ അതിൽ ഉൾപ്പെടുത്തില്ല പറയുമ്പോൾ. ഇതാണ് അവസ്ഥ. നമുക്കെന്നെ ചിന്തിച്ചാലറിയാം, നാട്ടിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നമാണെങ്കിലും മറ്റ് നാട്ടിൽ നടക്കുന്ന സ്വൈര്യക്കേടാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു കാരണമായിട്ട് മദ്യം പ്രവർത്തിക്കുന്നുണ്ട്. അത് പരസ്യമായ രഹസ്യമല്ല, പരസ്യമായ കാര്യം തന്നെയാണത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മുടെ അധികാരികൾ ബോധവാന്മാരല്ല. മദ്യനിരോധനം സാധ്യമാക്കിയാലേ ലഹരിയെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത കാലത്തോളം ചർച്ചകൾ ഇങ്ങനെ നടക്കുമെന്നല്ലാതെ, ഇപ്പോൾ ടൂറിന് ചർച്ച ചെയ്യലുണ്ട്, ടൂറ് പോകാൻ വേണ്ടി ചർച്ച ചെയ്യും, സജീവമായ ചർച്ചകൾ നടക്കും. 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ എടുത്തിട്ട് പിന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ടൂർ നടക്കില്ല. പലപ്പോഴും അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ ആകും ഇതും. ചർച്ചകൾ ഇങ്ങനെ നടക്കും, ആസൂത്രണങ്ങൾ നടക്കും. പക്ഷെ ഇത് സുലഭമായിരിക്കും നമ്മുടെ നാട്ടിൽ. ഇതുകൊണ്ട് അനുഭവിക്കുന്നത് ആരാ? വീട്ടിലുള്ള സ്ത്രീകൾ, മക്കൾ, ചെറിയ കുട്ടികൾ. ഇവരൊക്കെയാണ് ഇതിൻ്റെ തീവ്രത. കുടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കുടിച്ച് ബോധമില്ലാതെ നടക്കുക. ഈ ബോധമില്ലാത്ത ടീമുകൾ കാണിക്കുന്ന എല്ലാവിധ അക്രമങ്ങളും സഹിക്കേണ്ടത് ബോധത്തോടു കൂടി നടക്കുന്ന മറ്റു ജനങ്ങൾ. ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ലോകത്തിന്?
എല്ലാ അക്രമങ്ങൾക്കും കാരണം 100% അക്രമങ്ങൾക്കും കാരണം മദ്യം എന്നല്ല പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ക്രൈമുകൾക്കും പിന്നിൽ നടക്കുന്നത് മദ്യം തന്നെയാണ്, മദ്യലഹരിയിലാണ്. അതുകൊണ്ട് കാര്യക്ഷമമായ രീതിയിൽ ലഹരി വ്യാപനം തടയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അത് മദ്യനിരോധനമാണ്. അല്ലാത്ത കാലത്തോളം ഇതൊക്കെ ഒരു പ്രഹസനമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉപകാരം കിട്ടില്ല എന്നല്ല പറയുന്നത്, ചെറിയ തരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നല്ലാതെ സുസ്ഥിരമായ രീതിയിൽ ഒരു ലഹരി വ്യാപനം തടയുക എന്നത് സംഭവിക്കില്ല. അപ്പോൾ മദ്യത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കണം, നടപടികളായിരിക്കണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹികമായി രൂപീകരിക്കുന്ന ലഹരി നിർവ്യാപന കൂട്ടായ്മകളുടെയൊക്കെ അജണ്ടയിൽ എങ്കിലേ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.